ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ ഇടിവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ 6% വോട്ട് കുറഞ്ഞു. 71.16% പേരാണ് വോട്ട് ചെയ്തത്. കൂടുതൽ പോളിംഗ് വടകരയിലും കുറവ് പത്തനംതിട്ടയിലുമാണ്. വീടുകളിലെ വോട്ടും പോസ്റ്റൽ വോട്ടും ചേർക്കാതെയുള്ള കണക്കാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ശതമാനക്കണക്കുകളിൽ ഇനിയും മാറ്റമുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് നിലവിൽ പുറത്തുവന്ന പോളിംഗ് ശതമാന കണക്കുകൾ അന്തിമമല്ലെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കണക്കുകളുടെ അക്കങ്ങളിലേക്ക് ഇനി ആകെ ചേരാനുള്ളത് 85 വയസ്സും 65 വയസ്സിന് മുകളിലുള്ള വീട്ടിലെ വോട്ടർമാർ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ ബാലറ്റുകൾ കൂടിയാണ് ഇനി ചേരുക. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 71.16% പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വോട്ടുകൾ കൂടി ചേർന്നാൽ പോലും വോട്ട് വിഹിതം 71.50% മുകളിലേക്ക് ഉയരുകയില്ലെന്നാണ് വിലയിരുത്തൽ. 2019 അപേക്ഷിച്ച് 6% ഇടിവാണ് ഇത്തവണ വോട്ട് ശതമാനത്തിൽ പ്രകടമായത്. വടകരയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്, 78.08%. പിന്നീട് കണ്ണൂരും കഴിഞ്ഞാൽ കാസർഗോഡും കോഴിക്കോടും ആലപ്പുഴയിലുമാണ് നിലവിൽ ഉയർന്ന പോളിംഗ്. 2 കേന്ദ്രമന്ത്രിമാരുടെ വരവോടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോളിംഗ് 70% താഴെയാണ്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ശ്രദ്ധ നേടിയ മണ്ഡലമായ വയനാട്ടിൽ 73.48% പോളിംഗ്. ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളിൽ മുൻ തവണത്തേക്കാൾ വോട്ട് ചെയ്തവരുടെ എണ്ണം കുറഞ്ഞ ശതമാനം രേഖപ്പെടുത്തി. ചാലക്കുടി, ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് നടന്നു. പത്തനംതിട്ടയിലാണ് നിലവിൽ കുറഞ്ഞ പോളിംഗ്. സംസ്ഥാനത്തൊട്ടാകെ വൻ പ്രചാരണം അഴിച്ചുവിട്ടിട്ടും മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമടക്കം പല നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ നന്നേ പ്രകടമായി. ത്രികോണ മത്സരം നടന്ന പല മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും തികഞ്ഞ പ്രതീക്ഷയിലാണ് മുന്നണികൾ. സംസ്ഥാനത്തെ കടുത്ത ചൂടാണ് പോളിംഗ് ശതമാനത്തിൽ വില്ലനായി മാറിയ ഒരു ഘടകം. ചില ജില്ലകളിൽ താപനില ഉയർന്നതോടെ വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് ആളുകൾ കൂട്ടത്തോടെ ബൂത്തുകളിലെത്തിയതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് നടപടികൾ കുറ്റമറ്റതായിരുന്നുവെന്നും ഇലക്ട്രോണിക് മെഷീനിൽ നിന്ന് ബീപ് ശബ്ദം ഉയരാൻ വൈകിയത് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.